Hi friends, welcome back to 5S menu. ഇന്ന് ഞാനൊരു പത്തലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മലബാറിൽ മാത്രം കിട്ടുന്നതാണ്. ബാക്കി എല്ലായിടത്തും പത്തിരിയാണ് പച്ചരി പൊടി ഉള്ളത്. ഇത് നമ്മുടെ ചോറ് വെക്കുന്ന റൈസ് വെള്ള അരിയോടുള്ള പൊടിച്ച പൊടിയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് പത്തൽ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ടേസ്റ്റി ഫുഡിൻ്റെ പത്തൽ പൊടി കിട്ടും, മലബാർ പത്തൽ പൊടി. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ച് ചുടുന്നതാണ്. മുന്നൊക്കെ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് വരുത്താണ്. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തത് കാരണമാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു കപ്പ് പത്തൽ പൊടിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് സാദാ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോഴന്നെ നമുക്ക് ചുടാൻ പറ്റും. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇത് ബോൾസ് ആക്കി നമുക്ക് വെക്കാം. ഞാൻ ഒരു കപ്പ് പൊടിയിൽ ഇപ്പം എനിക്കൊരു 8 പത്തലാണ് കിട്ടിയത്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന വലിപ്പം അനുസരിച്ച് ചെറുത് ഉണ്ടാക്കാം, കുറച്ച് വലുതുണ്ടാക്കാം. അപ്പോഴും ഞാൻ അവിടെ പത്തൽ ചുടാൻ വേണ്ടിയിട്ടുള്ള ഓടവിടെ ചൂടാക്കിയിട്ടുണ്ട്. പ്രസ്സിൽ ഇതുപോലെ ബോൾ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ പ്രസ് ഇല്ലെങ്കിലും നമുക്കൊരു പാത്രം അടിയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്തിട്ടായാലും വേഗം ചുട്ടെടുക്കാൻ പറ്റും. സോഫ്റ്റ് മാവാതെ കാരണം വേഗം അങ്ങ് പരന്ന് വന്നോളും. അപ്പോൾ ഇതുപോലെ ചുട്ടിട്ട് ജസ്റ്റ് ഇട്ട ഭാഗം പെട്ടെന്ന് മറിച്ചിടണം. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് അടുത്ത ഭാഗം കുറച്ചൊന്ന് വേവാൻ വെക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ ചെറിയൊന്ന് കളർ മാറുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ നല്ല പൊങ്ങി കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ പത്തൽ റെഡിയാണ്. അതിന് നമുക്ക് കൂട്ടാനായിട്ടൊരു ഫിഷ് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: അരക്കഷ്ണം സവാള, അരക്കഷ്ണം തക്കാളി, 1 ടീസ്പൂണ് ഉലുവ, 2 ടേബിൾ സ്പൂൺ മല്ലിയും മുളകും, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. പിന്നെ നമുക്ക് അരക്കാൻ ആവശ്യമായിട്ട് തേങ്ങ, ജീരകം, 1 കഷ്ണം സവാള, പുളി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും. ഇനി നമുക്ക് തേങ്ങയും മുളകും മല്ലിയും മഞ്ഞളും ജീരകവും സവാളയും ചെറിയൊരു കഷ്ണം മതി. അതും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി അടുപ്പത്ത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി സവാള ഇട്ടിട്ട് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റാം. സവാളക്ക് ഇപ്പോൾ നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറച്ച് കട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ലൂസ് പോലെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. തിള തുടങ്ങുമ്പോഴേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
തക്കാളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തക്കാളി വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിലിട്ടാൽ മതി, മീനിൻ്റെ കൂടെ അത് വെന്തോളും. ഇപ്പം ഞാൻ മീനും കൂടി ഇട്ടിട്ടുണ്ട്. മീനിടുന്ന വീഡിയോ ക്യാമറ കട്ടായി പോയത് കാരണമാണ്. ഇപ്പം മീനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം കൂടി അവിടെ തന്നെ തിളക്കും. ഇത്തിരി ഉപ്പ് കുറവായത് കാരണം ഞാൻ ഉപ്പ് കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശക്കും ചോറിനും പത്തിരിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. പത്തിരിക്കും പത്തലിനും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പത്തലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പത്തലിന് കുറച്ച് തേങ്ങാപ്പാൽ മുക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബായ്.